നമ്പേട്ടാ 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 എന്തോ നടക്കുന്നത് കീർന്ന നമ്പി അനിയ കുബേര വരുന്നു. കുബേര വരുന്നു. കാശ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വരുന്നതായിരിക്കും. എവിടെ എവിടെ കാക്ക വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞില്ലടി ഡെപ്പോസിറ്റ് ചെയ്യാൻ വിരുന്നുകാർ വരുമെന്ന്. കുബേര നിയമത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. പലിശക്കാരെ ഒക്കെ പൊക്കുന്നു. സൂക്ഷിക്കണം, ഏത് സമയവും നമ്മളെയും പിടിക്കും ചേട്ടാ. ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും. വേഗം സിറ്റി ഹോസ്പിറ്റലിൽ പോവാം. അവിടെ പോണ്ട, അവന്മാര് നമ്മളെക്കാളും കഴുത്തറപ്പന്മാരാ. ഇത് പിന്നെയും താങ്ങാം, അവന്മാരെ ബില്ല് താങ്ങാൻ പറ്റൂല. നീ പോയി അമൃതാഞ്ചി എടുത്തോണ്ട് പോവാ. ഡോക്ടറെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം നമ്പേട്ടാ. എനിക്കൊന്നും ഇല്ലടാ, ഇതുവരെ എത്തി, ഇത്രയൊക്കെ നേടി. അതിനിടയിലാണ് അവന്റെ അപ്പൂപ്പന്റെ ഒരു കുബേര. നീ ഇപ്പൊ തന്നെ എല്ലാ ബ്രാഞ്ചിലും വിളിച്ചറിയിക്കേ. നമ്മൾ പുറത്തിറക്കിയിരിക്കുന്ന കാശ് എത്രയും പെട്ടെന്ന് തിരിച്ചു പിടിക്കാൻ വിളിക്കേ. എടാ, ജോയും ടീമും കാശ് തരാന്ന് പറഞ്ഞ അവസാന അവധി നാളെയല്ലേ? അതെ, തന്നില്ലെങ്കിൽ അവന്മാരും പിടിക്കണം നമ്പേട്ടാ. ഭദ്രാ, ജബ്ബാറേ, മുതലാളി ഉറക്കം എണീറ്റോ? നാളെ എല്ലാവരും കൂടെ ഉണ്ടാവണം. ചാപ്പാട് പഠിച്ച് കിടന്ന് ഉറങ്ങിക്കളയരുത്. ഇല്ലേ, ആ ജോയും കൂട്ടരെയും ചിലപ്പോ ഗോഡൌണിൽ എത്തിക്കേണ്ടി വരും. ശരി മുതലാളി. നീ വന്നേ, ബാങ്ക് വരെ ഒന്ന് പോയിട്ട് വരാം. വാ. മരണം വരെ സത്യസന്ധനായി ജീവിച്ച ഒരു പോലീസ് ഓഫീസറുടെ മകനാണ് ഞാൻ. അതുകൊണ്ട് കടപ്പെട്ട് നിൽക്കുകയാണെന്ന് കരുതി കണ്ടവന്റെ സ്വത്തടിച്ചു മാറ്റാനൊന്നും എന്നെ കിട്ടത്തില്ല. നമ്മുടെ കടം തീർക്കാൻ ഇതിനേക്കാളും നല്ല ബെറ്റർ ഐഡിയ വല്ല നിന്റെ ഉണ്ടോ? ഇല്ലല്ലോ, പിന്നെ നീ കൂടുതൽ ഷോ കാണിക്കല്ലോ ജോ. എന്റെ ഭാഷ ഇത് പിടിക്കപ്പെടാ ക്രിമിനൽ ഒഫൻസ് ആണ്. പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് നമുക്ക് അയ്യോ ആണോ? എന്നാണ് തീരൂടാ, നമ്മളെല്ലാവരും നാളെ വൈകുന്നേരത്തോടു കൂടി തീരും. നീ കാര്യം തെളിച്ച് പറ. എടാ, നമ്പ്യാരന്മാരും ഒരു ലോഡ് ഗുണ്ടകളുമായിട്ട് നമ്മളെ പൊക്കാൻ ഇറങ്ങിയിട്ടുണ്ടെന്ന്. നിന്റെ അടുത്ത് ആര് പറഞ്ഞു? ചക്കര. ചക്കരേ? ഒന്നുമില്ല. ഈ ചക്കരയെന്ന് ലോകത്തിലെ രണ്ട് വസ്തുക്കളെ വിശേഷിപ്പിക്കാറുള്ളൂ. ഒന്ന് ഭക്ഷിക്കുന്ന ശർക്കരയെ, രണ്ട് പ്രേമിക്കുന്ന പെണ്ണിനെ. ആദ്യത്തെ ചക്കര എൻ്റെ അറിവില് മൊബൈൽ ഫോണൊന്നും ഉപയോഗിക്കാറില്ല. ആരുടെ? രണ്ടാമത്തെ ചക്കര തന്നെ, മൂത്ത നമ്പ്യാരുടെ ഭാര്യ രാധിക. അയ്യേ, ഇതിലെനിക്ക് പങ്കില്ല. ഇതൊക്കെ എപ്പോഴേ? നമ്മൾ വാങ്ങിച്ച കാശിന്റെ ആദ്യത്തെ പലിശ കൊടുക്കാൻ ചെന്നപ്പോഴാ ഞാൻ ആ മുതലിനെ പരിചയപ്പെടുന്നത്. പിന്നെ പലിശ കൊടുക്കാൻ അവളല്ലേ കാശ് തന്നോണ്ടിരുന്നത്. ഞാൻ നമ്പ്യാർമാർക്ക് കൊടുക്കും, അവളത് വാങ്ങി ബാക്കി കൂടെ എനിക്ക് തരും. ഇപ്പൊ അവന്മാര് മുതല് തിരിച്ചു ചോദിച്ചപ്പോഴല്ലേ കുടുങ്ങിയത്. അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ കൊടുത്തും മാച്ചും മിണ്ടാതെ കൊണ്ടുപോകാന്. ജോ, ഇനി ഒരു ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്ത്. കൊള്ളയടിക്കാളിയാ. ദേവമോളെ, പുതിയ ബെഞ്ചാപ്പൂരിക്ക് ഓട്ടം വന്നിട്ടുണ്ട്. 3 ലേഡീസാ, ഒരാഴ്ചത്തെ ട്രിപ്പാ. പറ്റുമോന്നോ? ആരാ പാർട്ടീസ്? ഊട്ടിയിൽ ഏതോ കോളേജിൽ നിന്ന് ഡോക്യുമെന്റ് എടുക്കാമെന്ന പിള്ളേരാ. നാളെ രാവിലെ 9 മണിക്ക് ബെഞ്ചാപ്പൂരിക്ക് പോകണം, ലാമ കോളനിയിൽ. ഓക്കെ? പപ്പേട്ടൻ എനിക്ക് ഗുണം വരുന്നതേ ചെയ്യുള്ളൂ എന്നറിയാം. എന്നാലും കാശിന്റെ കാര്യത്തിൽ എങ്ങനെയാ? നീറ്റ് സെറ്റപ്പ് ആണല്ലോ അല്ലേ? പിന്നെ നല്ല കാശുകാരാ. ഒരാൾ MBയുടെ അനുത്തരവളാ. റിസോർട്ട് ഞങ്ങളോട് ഒന്നിനും ബാർഗൈൻ ചെയ്തിട്ടില്ലെന്നേ. ആണോ? ഈശ്വരാ, എന്നോടും ബാർഗൈൻ ചെയ്യല്ലേ. 100 കൂട്ടം ആവശ്യങ്ങളുള്ളതാ. അപ്പൊ കൃത്യം 9 മണിക്ക് റിസോർട്ടിന്റെ നടയില് ദേവ് റെഡി. നെയ്യപ്പം എടുത്തോണ്ട് പോവല്ലേ? അടിക്കല്ലേ ബിന്ദു. 2 സുഹിയനും 1 കട്ടൻ ചായ. ഈ പല്ലിയേക്കണ ബ്രഷ് ആരും ഇവിടെ കൊണ്ടുവച്ചത്? കയ്യേറേ, അത് ബ്രഷൊന്നും അല്ല, തറ കിടന്നാ മതിയായിരുന്നു.
എടാവുവെ സ്വന്തം തന്തയെ കണ്ട് ഞെട്ടുന്ന ലോകത്തിലെ ആദ്യത്തെ പുത്രൻ നീയായിരിക്കും. എടാ മാക്കാനെ ഞാൻ തന്നെയായത്. അയ്യോ ഇതെന്ത് വേഷം? ഇതെങ്ങനെ ഇവിടെ? മരിച്ചുപോയെന്ന് കരുതി നീ എന്നെ വില കുറച്ച് കാണരുത്. അയ്യോ അങ്ങനല്ല, അപ്പച്ചന് മൊത്തത്തിലൊരു മാറ്റം. ഇതിപ്പോ ഒരു ജാങ്കോ സ്റ്റൈൽ. ആരുടെ കുഴപ്പം? എടാ ചെറിയ പള്ളി നമ്മുടെ തോട്ടുമുക്കത്തെ സേവ്യറിന്റെയും മാത്തച്ഛന്റെയും തൊട്ടടുത്ത് അടക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ അടക്കിയത് എവിടാ? ഒന്ന് ഓർത്തു നോക്കിയേ. ആ ബാംഗ്ലൂരിൽ വണ്ടി ഇടിച്ചെത്ത ജിമ്മി ചെറുക്കന്റെ തൊട്ട അയൽവക്കത്ത്. അവനായിപ്പോ എന്റെ കമ്പനി പിടിച്ചു നിൽക്കണ്ടേ മണിയാ. അപ്പച്ചൻ അമ്മച്ചിയെ പോയി കണ്ടായിരുന്നോ? എന്തിന്? ജീവിച്ചിരുന്നപ്പോഴോ ഒരു നുള്ളു മനസമാധാനം അവൾ എനിക്ക് തന്നിട്ടില്ല. വല്ല വിധേനെ അവളെന്ന് രക്ഷപ്പെട്ട് ഇവിടെ എത്തിയതും പോരാ, ആ ഏരിയയിലോട്ട് ഞാനില്ല. അപ്പോ എന്നെ കാണാനായിട്ട് മാത്രം വന്നാന്നോ? പിന്നെ കാണാൻ പറ്റിയ ഒരു ചളുക്ക്. ഞാൻ ചുമ്മാ ഈ വഴിക്ക് പോയപ്പോ കയറിയതാ. ഏയ് നീ ബാങ്ക് കൊള്ളടിക്കാൻ പോണ? അപ്പച്ചാ, കേരളത്തിലെ ഏറ്റവും സത്യസന്ധനായ പോലീസ് ഓഫീസറിന്റെ മകൻ അങ്ങനെ ചെയ്യുമെന്ന് അപ്പച്ചന് തോന്നുന്നുണ്ടോ? ലൊട്ട ചെയ്യണം. എടാ വല്ല വിധേനയും 10 കാശുണ്ടാക്കി ആ കടമൊക്കെ തീർത്ത് സെറ്റിലാവാൻ നോക്ക്. നേരെ ചൊവ്വേ നിന്നെ കൊണ്ട് ആ കാശുണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ആ മാഷ് പറഞ്ഞ ഐഡിയ കൊള്ളാം. അപ്പച്ചാ, നീ ഓവറാക്കണ്ട. നിനക്കൊരു പാതി മനസ്സുണ്ടെന്ന് എനിക്കറിയാം. ഈ അവസരത്തില് ഒരു മാലാഖയെ പോലെ എന്നെ നേർവഴിക്ക് നടത്തേണ്ട അപ്പച്ചനാണോ ഈ? മക്കളെ, ദൈവമാവാൻ അവസരമുള്ളപ്പോൾ എന്തിനാടാ വെറുതെ മാലാഖയാവുന്നത്? മുണ്ടിക്കാന്ന പോയി ചെയ്യടാ. ഇതൊക്കെ ഒരു വലിയ കളിയുടെ ഭാഗമായി കണ്ടാ മതി. കളിയാ? ആ കളിയല്ല, ഒരു മാസ്റ്റർ പ്ലാൻ. ഈ പ്രപഞ്ചം നിന്നെ കൊണ്ട് കളിപ്പിക്കുന്ന ഒരു കളി. ദൈവമാവാൻ അവസരമുള്ളപ്പോൾ എന്തിനാടാ വെറുതെ മാലാഖയാവുന്നത്?